യൂട്യൂബർ തൊപ്പിയുമായിട്ട് എനിക്ക് അവിഹിത ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമാണ് ഞാനും അവനും തമ്മിലുള്ളത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുവാണെങ്കിൽ അതിന് മുന്നിൽ അവിഹിതം ഒന്നുമല്ല. അതായത് അത്രയും വലിയ ഒരു മേജർ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് അവൻ 20 ലക്ഷം രൂപയുടെ കാർ എടുത്തു കഴിഞ്ഞാൽ ഈ ഐഷ 1 കോടി രൂപയുടെ കാർ എടുത്ത് അവനെ തോപ്പിക്കും. അവൻ ഇനി പാടത്ത് പോയി കിടന്ന് തൂറിയാൽ ഈ ഐഷ പറമ്പത്ത് പോയി കിടന്ന് തൂറി അവനെ തോപ്പിക്കും. ഈ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ മക്കളെ, ഈ മൊട്ടയൊക്കെ അടിച്ചിട്ട്, എന്താ അവന്റെ പേര്? മമ്മു, MRZ മമ്മു, തൊപ്പിയുടെ അരുമ ശിഷ്യൻ. കൊച്ചു ചെറുക്കനാണ്. നെക്സ്റ്റ് തൊപ്പി ആവാനുള്ള പഠിപ്പിലാണ് ആശാന്. തൊപ്പിയുടെ ആ ഒരു ലെഗസി ആരെങ്കിലും ഒക്കെ കാത്തു സൂക്ഷിക്കണ്ടേ. അങ്ങനെയാണ് മമ്മു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പല വിധത്തിലുള്ള ലൈവുകൾ ഇടാൻ തുടങ്ങിയത്. MRZ മമ്മു എന്നാണ് ചെക്കന്റെ ചാനലിന്റെ പേര്. നാട്ടുകാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും ഇവൻ മമ്മു ആയിരിക്കും. പക്ഷെ ആയിഷയ്ക്ക് ഇവൻ മോമോസ് ആണ്. ആയിഷയുടെ സ്വന്തം മോമോസ്. ആയിഷ എന്ന് പറഞ്ഞ വെറും ആയിഷയല്ല മക്കളെ, ഒരു 1.5 ആയിഷയാണ്. ഡോക്ടർ ആയിഷ ഷാജഹാൻ എന്ന് ഇൻസ്റ്റയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. പേരിലെ ഡോക്ടർ ഒന്നും കാര്യാക്കണ്ട, ആള് ഡോക്ടർ ഒന്നും ആയിട്ടില്ല മക്കളെ. എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ ആയിഷ ഇപ്പോഴേ പേരിനൊപ്പം ഡോക്ടർ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞു. കോൺഫിഡൻസ് ആണ് സാറ് ഇവളുടെ മെയിൻ. അതാണ് ആയിഷ. ആയിഷയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ കണ്ട്, ഇനി നിങ്ങളും കാണും. ഈ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ഈ ക്യൂട്ട് ചെറുക്കനെ കണ്ട ചബ്ബി ചെറുക്കനെ എനിക്ക് എന്റെ ഹബ്ബിയാക്കാൻ താല്പര്യമുണ്ട്. ഹബ്ബിയാക്കാൻ കൂടി ചെല്ല്. ആ ചെക്കന് 18 കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കരക്കമ്പി കേട്ടിക്കണ്. ശരിയാണോന്ന് അറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും ആ ക്യൂട്ടി ചബ്ബി ചെക്കന് നിന്നെ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. നിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് പാവം പോയി മുടിയൊക്കെ മൊട്ട അടിച്ചത്. പക്ഷെ മൊട്ട അടിച്ചാലും മമ്മുവിനെ അവൾ വെറുതെ വിടാൻ ഒരുക്കമല്ല സുഹൃത്തുക്കളെ. ഇവളുടേത് ട്രൂ ലവ് ആണ്. മമ്മുവിനെ ഒന്ന് വീഴ്ത്താൻ പല അടവുകളും ഇവൾ പുറത്തെടുത്തു. പാട്ട് വരെ പാടി നോക്കി. ഒന്ന് കണ്ടു നോക്കിയാലോ. എനിക്കെന്റെ വാവേനെ എത്ര ഇഷ്ടാന്നറിയോ? ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെ പറയണമെന്നോട് എനിക്കറിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. ദോഷം പറയരുതല്ലോ, ഈ കുട്ടി വളരെ നന്നായി പാടുന്നുണ്ട്. കഴിവുള്ള പെണ്ണാണ്. പക്ഷെ ആൾക്ക് ഇങ്ങനെ പാട്ട് പാടി ഫേമസ് ആവാൻ താല്പര്യമില്ല. കുട്ടിക്ക് ഇൻഫേമസ് ആവാനാണ് കമ്പം, കുപ്രസിദ്ധിയാണ് താല്പര്യം. കുട്ടിക്ക് വൈറലാവണം. വൈറലാവാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതെന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ചെറിയൊരു വൈറലോമാനിയ ആസക്തി ഉണ്ട് ഗൈസ്. അത് ഈ കുട്ടിയുടെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് ഒഴിവാക്കും അല്ലേ. പക്ഷെ നമ്മുടെ ആയിഷക്കുട്ടി വെറൈറ്റി ആണ്. ഓൾക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കിട്ടാനാണ് അത്രേ പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ. ഓളെ വീഡിയോ കണ്ട് 4 ആള് തെറി പറഞ്ഞാൽ ഓൾക്ക് അത്രയും സന്തോഷം. അതിൽ നിന്നും കിട്ടും അത്ര പോസിറ്റീവ് എനർജി. ഇനി കുറച്ച് പോസിറ്റീവ് എനർജി കൊടുത്തേക്കാമെന്ന് കരുതി ആയിഷയുടെ അക്കൗണ്ടിൽ പോയി ആരും തെറി വിളിക്കാൻ നിൽക്കണ്ട. കുട്ടിക്ക് തിരിച്ച് തെറി പറയാനും നല്ലോണം അറിയാം. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. പ്ലീസ് ഡോണ്ട് ബിക്കം എ ഡോക്ടർ. നിന്നെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് പറ്റിയ പണിയല്ലത്. ബോഡി ഡാഷ്. അതന്നെ മനസ്സിലായല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആയിഷയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയോ? ഡോക്ടർ ആവണം എന്നുള്ളത് ഒരാളുടെ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷെ അത് വെറും സൈഡ്. അതിനും വലിയ സ്വപ്നമുണ്ട്. ആയിഷയ്ക്ക് തൊപ്പിയെ തോൽപ്പിക്കണം. തൊപ്പിയേക്കാളും വലിയ നിലയിലെത്തണം. അത് ഏത് നിലയാണോ ഏതോ. എന്തായാലും ആയിഷ തന്നെ അത് പറയുന്നുണ്ട്, കേട്ടോക്കാം. യൂട്യൂബർ തൊപ്പിയുമായിട്ട് എനിക്ക് അവിഹിത ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമാണ് ഞാനും അവനും തമ്മിലുള്ളത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുവാണെങ്കിൽ അതിന് മുന്നിൽ അവിഹിതം ഒന്നുമല്ല. അതായത് അത്രയും വലിയ ഒരു മേജർ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് അവൻ 20 ലക്ഷം രൂപയുടെ കാർ എടുത്തു കഴിഞ്ഞാൽ ഈ ഐഷ 1 കോടി രൂപയുടെ കാർ എടുത്ത് അവനെ തോപ്പിക്കും. ചേടാ, തൊപ്പിയുമായി അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചു പോയി. ഇതൊരുമാതിരി നഴ്സറി പിള്ളേരെ പോലെ. എന്താ അവള് പറഞ്ഞത്? തൊപ്പി 20 ലക്ഷം രൂപയുടെ കാർ എടുത്താൽ ആയിഷ 1 കോടിയുടെ കാർ എടുക്കുന്നു അല്ലെ. നീ കിണ്ടിയിടും. തന്റെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് തൊപ്പിക്ക് പോലും അറിയില്ല. അങ്ങനെ നടക്കാണ് ചെക്കൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് തൊപ്പിയെ തോൽപ്പിക്കാനാവില്ല മോളെ. നീ വേണമെങ്കിൽ വേറെ വല്ലതും പറ. തോൽപ്പിക്കാൻ വേറെ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്ക്. അടുത്താണ് ഡോക്ടർ. അവൻ ഇനി പാടത്ത് പോയി കിടന്ന് തൂറിയാൽ ഈ ഐഷ പറമ്പത്ത് പോയി കിടന്ന് തൂറി അവനെ തോപ്പിക്കും. നാട്ടുകേസായല്ലോ ദൈവമേ. എന്തായാലും ഇത്തവണ ആയിഷക്ക് തൊപ്പിയെ തോൽപ്പിക്കാൻ പറ്റും. ആയിഷയോടെ കളി. തൊപ്പി പാടത്തിരുന്ന് തൂറിയാൽ ആയിഷ പറമ്പത്തിരുന്ന് തൂറി വരകും, തൂറി എറിയും. നിന്നെ കൊണ്ട് കഴിയും മോളെ. തൊപ്പിയേക്കാളും വലിയ തീട്ട നീ തന്നെ, യാതൊരു സംശയവും ഇല്ല. അതായത് നിങ്ങൾ വിക്രമാദിത്യ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് വിക്രമനാണ് അവൻ. ആദിത്യനെ പോലാണ് ഞാൻ. അതായത് അവൻ എത്ര മുക്കിയത്താണെങ്കിലും എത്ര മുക്കിയാലും he can't shit me like I shit. ശരി, തൂറി തോൽപ്പിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് ഇങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ എന്റെ ഡൗട്ട് അതല്ല. തൊപ്പിയും ആയിഷയും ഇരുന്ന് തൂർന്നത് ആര് ജഡ്ജ് ചെയ്യും? അല്ല, വിജയിയെ തീരുമാനിക്കാൻ ഒരു ജഡ്ജ് വേണമല്ലോ. അല്ലെങ്കിൽ കണ്ടം ക്രിക്കറ്റിലേതുപോലെ കണ്ടം തൂറലിലും ഇവർ രണ്ടാളും കൂടെ കള്ളക്കണക്ക് കൂട്ടി ആകെ അലമ്പാക്കും, തൂറി എറിയും, ആകെ നാറും. എന്നാലും എങ്ങനെയാണ് ഈ തൂറൽ മത്സരത്തിൽ വിജയി തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കെന്താ ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി. ഈ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം അതായത് ഈ തൊപ്പിയെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എനിക്ക് തോപ്പിക്കാൻ വേണ്ടി പടച്ചോൻ ഉണ്ടാക്കിയ ഒരു പാവം മാത്രമാണ് ഈ തൊപ്പിയോ. അതായത് തൊപ്പി പോലീസ് ആയി കഴിഞ്ഞാൽ ഈ ഐഷ IPS ആണ്. തൊപ്പി നടന്ന ഈ ഐഷ ഓടിയ ഞാൻ ചാടും.
തൊപ്പി ഇരുന്ന് തൂറിയാൽ ആയിഷ പറന്നു തൂറും. അല്ല പിന്നെ എന്തോന്നുണ്ട് ഇത്. ടെൻഷൻ സീക്കിങ്ങിന്റെ പല അവസ്ഥാനന്തരങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും അപരാധം പിടിച്ചൊന്നിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചാടും. ഓൻ ചാടിയ നമ്മള് ബസ്സിൽ കയറും, ഓൻ ബസ്സിൽ കയറി നമ്മള് കാറിൽ കയറും, ഓൻ കാറിൽ കയറി നമ്മള് ട്രെയിനിൽ കയറും, ഓൻ ട്രെയിനിൽ കയറിയ നമ്മള് ഫ്ലൈറ്റിൽ കയറും, ഓ ഫ്ലൈറ്റിൽ കയറിയ നമ്മള് റോക്കറ്റ് പിടിച്ചു പോയി ഓനെ തോപ്പിക്കും. ഒരു 80 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുടെ തൊപ്പി ഞാൻ ഭരിച്ചങ്ങ് കയറും. കാരണം ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് ശരിക്ക് വലിയൊരു പരീക്ഷയാണ് നീറ്റ് യൂസ് ചെയ്യുക. എന്നിട്ടാണ് ചേച്ചിക്ക് ഡോക്ടറാവാൻ. ഡോക്ടറായിട്ട് എനിക്ക് വലിയ തൊപ്പി പോവല്ലേ. ഹെയ്റ്റ് കമന്റ് കൂടെ ഇട്ടേച്ചു പോവും. ഹെയ്റ്റ് കമന്റ് ഇടുമ്പോ അത് വല്ലാത്തൊരു ഫീലാണ്. ഡു ഇറ്റ് നോ ബേബി, ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് റൈറ്റ് ദേർ. പടച്ചോനെ ചാനൽ മാറിയോ? ആരെങ്കിലും കേട്ട് വന്നാ തീർന്ന്. ഈ കുന്ത്രാണെന്ന് എങ്ങനെയാണ് ഓഫാക്ക? പെണ്ണിന് പ്രാന്താടാ. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവളൊക്കെ ഡോക്ടറായ നല്ല കോമഡി ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല മക്കളെ, ഇതിന് വലുത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടു നോക്കാം. 1869 ഫ്രെഡറിക് മീഷർ DNA കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ പഠിക്കാം. എന്നാലും ഞാൻ പഠിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് കുട്ടി നന്നായി ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. സംഭവം വരാൻ പോകുന്നതേ ഉള്ളൂ. റെഡി ആയി നിന്നോളി മക്കളെ. അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കിന്റെ എഫ് ആണ്. മീഷർ എന്ന് പറഞ്ഞാൽ മീശയുള്ളൊരു ചെറുക്കൻ. അപ്പൊ മീശയുള്ളൊരു ചെറുക്കൻ ഫക്ക് ചെയ്തു. ഫക്ക് ചെയ്തത് 69 പൊസിഷനിലായിരുന്നു. നൈസ് പൊസിഷനില. അപ്പൊ 69 പൊസിഷനിൽ മീശയുള്ളൊരു ചെറുക്കൻ ഫക്ക് ചെയ്തപ്പോ 8ന്റെ പണി കിട്ടി. അപ്പോ കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചത്. മീശയുള്ള ചെറുക്കൻ ഫക്ക് ചെയ്തപ്പോ 69 പൊസിഷനിലാണ് ഫക്ക് ചെയ്തത്. അപ്പൊ 8ന്റെ പണി കിട്ടി. വാ, ഇനി ഇത് ചത്താൽ നിങ്ങൾ മറക്കും. വാവ്, ഇങ്ങനെ പഠിച്ച ചത്താലും മറക്കൂലെന്നല്ല, കുഴിന്ന് വരെ എഴുന്നേറ്റ് വന്ന് ഉത്തരം പറയും. അജാദി ചീറ്റ് കോഡല്ലേ. പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഇവിടെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ പ്ലംബറോ ഒക്കെ ആയിട്ട് നടക്കായിരുന്നു. എന്തായാലും തൊപ്പിക്കും ടീമിന് പറ്റിയ പെണ്ണെന്നെ, അതിൽ യാതൊരു സംശയവും. മമ്മൂമോനെ ലോട്ടറിയാണ് നിനക്ക് അടിച്ചിരിക്കുന്നത്. ലോട്ടറി. സന്തോഷിച്ചാട്ടെ. ബാക്കി ഉണ്ടോക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് വെള്ളം അടിക്കാനാണ് തോന്നും. അപ്പൊ ഞാൻ ഒരു കുപ്പിയെ ഇടും. ഒരു കുപ്പി വെള്ളം, ഒരു കുപ്പി H2 അങ്ങോട്ട് എടുത്തിട്ട് തുറന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞിട്ട് ഒറ്റടിയ. കിക്കാവാതെ ഇങ്ങനെ തന്നെ. ഇനി കിക്കും കൂടെ ആയി കഴിഞ്ഞാൽ പറയേണ്ടി വരില്ല. എന്തായാലും ബിസ്മിയൊക്കെ ചെല്ലുന്നുണ്ട്. സോലിഹത്തായ ഇബിലീസ് ആണെന്ന് തോന്നുന്നു. ഇനിയാണ് ആ കഥ വരുന്ന മക്കളെ. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അവിഹിതത്തിന്റെ കഥ. വാ കേട്ടോക്കാം. അതായത് അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 8 ആയിട്ടുള്ള ഓക്സിജനും അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജനും കൂടെ പല തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഉണ്ടായ. എനിക്ക് ആൽക്കഹോൾ വെള്ളം അടിക്കുമ്പം ശാസ്ത്രം അറിഞ്ഞവരാണ് അടിക്കാൻ. അതായത് ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ മോളിക്യൂളാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ത്രീസമിൽ ഉണ്ടായതാണ്. ത്രീസം, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതായത് അവരുടെ ഒരു അവിഹിതം, അതായത് ഒരു ഓക്സിജൻ 2 ഹൈഡ്രജനുമായിട്ട് എന്താ ത്രീസമിൽ ഏർപ്പെട്ട്. ത്രീസം 3 ആളുകൾ ഒരു ബെഡും. ത്രീസമിൽ ഏർപ്പെട്ട് ആ ബന്ധത്തിലുണ്ടായ മകനാണ് H2 എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ H2 എന്ന് പറയുന്ന മോളിക്യൂൾ കാലകത്തി വെച്ചപ്പോൾ, അതായത് കാലകത്തി വെച്ചപ്പോ കരി പിടിച്ച. കൊള്ളാം. ആദ്യമായിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കമ്പിക്കഥ കേൾക്കുന്നത്. ഇവളുടെയൊക്കെ തലച്ചോറുണ്ടല്ലോ ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കണം. അജാദ് ഇമാജിനേഷൻ അല്ലേ. ലോകത്താരും ഇങ്ങനെ ചിന്തിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും ത്രീസമിൽ ഏർപ്പെട്ട് വെള്ളം ഉണ്ടായ കഥ, അത് വല്ലാത്തൊരു കഥയാണ് മക്കളെ. മോനെ മമ്മു, നീ ലക്കിയാടാ. നീയൊക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ബാക്കി പറഞ്ഞോട്ടെ. H2 കേസ് എന്ന് പറയുന്നത് ഓൺലൈനിൽ പരിചയപ്പെടുന്ന ആണുങ്ങളെ പോലാണ്. ഇവന്മാരാണെങ്കിൽ ഈ മാഗ്നിഫൈ ഒക്കെ ചെയ്ത് അവന്മാരുടെ സാധനം ഉണ്ടല്ലോ വലുതാക്കി നമുക്ക് അയച്ചു തരും. പക്ഷെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുമ്പോഴായിരിക്കും സാധനം ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ മൊത്തം എന്തൊക്കെയോ എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു നമ്മൾ മനസ്സിലാകും. അതേപോലെ തന്നെയാണ് H2 ചതിയനാണ്. H2 നോക്കാൻ നേരം നമ്മൾ വിചാരിക്കും H2 ടെട്രാഹെഡ്രൽ ഷേപ്പാണ്, വലിയ ആംഗിളൊക്കെ ഉണ്ടായിരിക്കും. കാലകത്ത് വെക്കുമ്പോൾ വലിയ ആംഗിളൊക്കെ ഉണ്ടായിരിക്കും വിചാരിക്കും. നമ്മൾ വിചാരിക്കും 109.5 ഡിഗ്രിയാണ്. പക്ഷെ കാലകത്ത് വെച്ചപ്പോൾ നേരിട്ട് തന്നെ മനസ്സിലായത് H2 104.5 ഡിഗ്രി മാത്രമാണ്. ചതിച്ച പൈസ ഓൺലൈനിൽ ആരും വിശ്വസിക്കുന്നത്. ഫുൾ എഡിറ്റിംഗ് ആമ്പിളർ ഫുൾ എഡിറ്റിംഗ് സാധനം ഇത്ര വലുതായിട്ടാണ്. പക്ഷെ ഇത്രയാണ് സത്യം. നൃത്യം അപമാനിക്കുകയാണല്ലോ. ആണുങ്ങൾ അപമാനിച്ചത് പോട്ടെ, ആ പാവം H2 വന്നത് കേൾക്കണ്ടേ. ചങ്ക് പൊട്ടിച്ചാവും. H2 നെഞ്ചുവേദന വന്ന് ആ മുല്ലപ്പെരിയാറ് ഡാം എങ്ങാനും പൊട്ടിയാൽ ആര് സമാധാനം പറയൂ? എന്റെ പൊന്നു മക്കളെ, ഇനിയെങ്കിലും എഡിറ്റ് ചെയ്ത് സൈസ് കൂട്ടി അയച്ചു കൊടുക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയേക്കണേ. ഇനി ഇതൊന്നും കേൾക്കാൻ വയ്യ. മമ്മു, നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ. ഏതാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ നിനക്ക് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ ഭാവിയാണ്, നോക്കി കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാം. ആയിഷയുടെ അപരാധങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല മക്കളെ. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കൂടി കാണിച്ചത് ഒരു 18+ ചാനലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻട്രൻസ് എക്സാം പാസ്
മാസമായി MBBS ചേർന്നിട്ട്. യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗിന് മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങാനാണ് ആയിഷയുടെ പ്ലാൻ. അല്ലാതെ MBBS മര്യാദയ്ക്ക് പഠിക്കണം, ഡോക്ടർ ആവണമെന്നൊന്നും കുട്ടിക്ക് ആഗ്രഹമില്ല. തൊപ്പിയേക്കാളും വലിയ സ്ട്രീമർ ആക്കണം, തൊപ്പി വന്ന് ആയിഷയുടെ കാലിൽ വീഴണം. എന്തൊക്കെ സ്വപ്നങ്ങളാണല്ലേ. പ്രായത്തിന് പ്രശ്നമായിരിക്കും, എല്ലാം ഓക്കെ ആവുമായിരിക്കും. ആയാൽ ആയിഷക്ക് കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.